10 വർഷത്തിന് ശേഷം വീട്ടിലെത്തിയ ദിനേശിന്റെ കുടുംബവുമായുള്ള കൂടിക്കാഴ്ച വികാരനിർഭരമായി. അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും നിറകണ്ണുകളോടെയാണ് ദിനേശിനെ വരവേറ്റത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായിരുന്നു പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കണിയിൽപ്പെടുകയും ചെയ്തു. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബം നിരവധി പേരെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. നല്ല സന്തോഷം തോന്നുന്നു. നാട്ടിലേക്ക് വന്നപ്പോ അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ജോലികളില്ലാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നു. അവിടുത്തെ യമന്റെ മലയാളികളുടെയും ഇവിടുന്ന് വിപിൻ സാറിന്റെ ഉണ്ണിക്കുമാറിന്റെയും നാട്ടിലെ ആളുകളുടെയും എല്ലാവരും സഹായത്തോടുകൂടി നാട്ടിലെത്തി. നല്ല സന്തോഷം. കുടുംബത്തെത്തിയപ്പോ എല്ലാവരെയും കണ്ടു. എല്ലാവരോടും നന്ദി. പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലാണ് പിന്നീട് വിഷയത്തിലിടപെട്ടത്. ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപാടുകൾക്ക് ശേഷമാണ് ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.